അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് 5 ദുസ്വഭാവങ്ങളെ കുറിച്ചാണ്. സമ്പത്തുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. മാസാവസാനം ശേഖരിച്ചു വെക്കാൻ 1 രൂപ പോലും ബാലൻസ് ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് പ്രശ്നം? 5 ദുസ്വഭാവങ്ങളാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 5 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റണം. അത് മാറ്റാതെ ഒരിക്കലും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. നല്ല വരുമാനമുണ്ട്, നല്ല ജോലിയുണ്ട്, ഗൾഫിൽ വലിയൊരു കമ്പനിയിൽ മാനേജറാണ്, പക്ഷേ മാസം കിട്ടുന്ന വലിയ ഒരു തുക പോലും അയാൾക്കൊരു മാസത്തെ ചെലവിന് തികയുന്നില്ല. മാത്രമല്ല, ഒരു സന്തോഷമില്ല. നമ്മളൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണല്ലോ ജോലി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പാദ്യം നമുക്ക് നൽകട്ടെ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നിലനിർത്തി തരട്ടെ. അല്ലാഹു പരിശുദ്ധ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, 5 സ്വഭാവങ്ങൾ, ഈ 5 സ്വഭാവങ്ങൾ, 5 ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ ഒരിക്കലും നമുക്ക് സമ്പന്നനാകാനോ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാനോ കഴിയില്ല. ഇനി ഉണ്ടാക്കിയാൽ തന്നെ സന്തോഷത്തോടുകൂടെ അത് അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ്. ഏതൊക്കെയാണ് ആ കാര്യം? ഒന്നാമത്തെ ദുസ്വഭാവം പറയുന്നത് അൽ ഇസ്റാഫ് വത്തബ്ദീർ. ഇസ്റാഫാണ്, വത്തബ്ദീർ ദുർവ്യയമാണ്, അമിതമായ വ്യയം. മാസം 50,000 ഉറുപ്പ്യ സാലറി ഉണ്ട്, 50,000 ഉറുപ്പ്യ സാലറി. അയാളുടെ ചെലവോ 70,000, 20,000 അധിക ചെലവാ. ചില മാസം അത് 65,000. എങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കിയാലും അയാൾക്കൊരു മാസം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും സമ്പത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല. പരിശുദ്ധ ഇസ്ലാം അതിനെ കുറിച്ച് പറയുന്നത്, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനുശ് ശയാത്തീൻ. അമിതമായി പണം ചെലവഴിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്, ശൈത്താന്റെ കൂട്ടുകാരനാണ്. അമിതമായിട്ട് ചെലവഴിക്കുക, നല്ല വിലപിടിപ്പുള്ള ഫോണേ ഉപയോഗിക്കുള്ളൂ, നല്ല ഹൈ ലെവൽ ജീവിതമേ നയിക്കുള്ളൂ, നല്ല ബ്രാൻഡ് ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ, ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരുടെ വരുമാനത്തെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പുറത്തെ ആള് വലിയ വീട് വെച്ചത് കൊണ്ട് ഞാൻ വലിയ വീട് വെക്കണമെന്നില്ല. എൻ്റെ ആവശ്യത്തിനും എൻ്റെ കുടുംബത്തിനും ആവശ്യമുള്ള വീട് വെച്ചാൽ മതി. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനുശ് ശയാത്തീൻ. ഈ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ. എന്താണ് ഒഴിവാക്കേണ്ടത്? നമ്മുടെ വരുമാനത്തിന് അനുസരിച്ചിട്ടുള്ള ചെലവ്. മാസാവസാനം കുറച്ച് പൈസയെങ്കിലും കയ്യിൽ വെക്കണം. ഇത് കേവലം നമ്മൾ അമിത ചെലവാക്കിയത് കൊണ്ടാണ് എനിക്ക് പൈസ ഇല്ലാത്തത് എന്ന് മാത്രമല്ല, അല്ലേ? 50,000 സാലറി ഉള്ള ഒരാൾ 60,000 ചെലവാക്കിയാൽ എനിക്കെന്തായാലും സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയൂല എന്ന് സാധാരണ ആർക്കും പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ മാത്രമല്ല, ആ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അയാൾക്ക് ഒരിക്കലും ഈ മാസം ഇങ്ങനെ ചെലവ് വന്നതുകൊണ്ട് അടുത്ത മാസവും അയാൾ അങ്ങനെ ചെലവുണ്ടാക്കും. അതൊരു ദുസ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത്. അതുകൊണ്ട് ദുർവ്യയം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെയുള്ള വീട്ടിൽ ഭാര്യ ഉണ്ടായാൽ മതി, മക്കളുണ്ടായാൽ മതി. കുടുംബം നല്ല ചെലവാക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന ആൾക്ക് എത്ര ചുരുക്കി ചെലവാക്കിയിട്ടും കാര്യമില്ല. കുടുംബം കൂടെ സഹകരിക്കണം. ഇനി അടുത്തതാണ് രണ്ടാമത്തെ കാര്യം, പലിശയുമായി ബന്ധപ്പെട്ട സ്വത്ത്. ഒരാളുടെ കണ്ണുനീരിൽ നിന്നുണ്ടാക്കിയ സമ്പത്ത്, ഒരാളെ പറ്റിച്ചുണ്ടാക്കിയ സമ്പത്ത്. ഒരാൾക്ക് നമ്മൾ 1 ലക്ഷം കൊടുക്കുന്നു, അടുത്ത മാസം എനിക്ക് തിരിച്ചു വരുമ്പോൾ 1,10,000 രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ തിരിച്ചു തരണം. അങ്ങനെ 50%, 100% ഒക്കെ പലിശ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ കുടുംബത്തിലേക്കൊന്ന് പോയി നോക്കുന്നുണ്ടോ? ഭാര്യ മിണ്ടൂല, മക്കള് ചിരിക്കൂല, കിട്ടുന്ന പൈസ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണം. സമ്പത്തിനൊരു ബറക്കത്തില്ല. മാത്രമല്ല, പലിശയിൽ നിന്നാണോ നിങ്ങളുടെ മാസവരുമാനമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് തരൂല. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. യംഹഖുല്ലാഹു റിബാ, പലിശയെ അല്ലാഹു നശിപ്പിക്കും. അപ്പൊ പലിശ നശിപ്പിക്കുമെങ്കിൽ
നിങ്ങൾ 1 ലക്ഷമല്ല 2 ലക്ഷമല്ല 1 കോടി ഒരു മാസം ഉണ്ടാക്കിയാലും നിങ്ങൾക്കത് ഉപകരിക്കാൻ പോകുന്നില്ല. അത് ഹോസ്പിറ്റലിന് ഉപകരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കും. നിങ്ങൾക്കൊരിക്കലും ആ പണം ഉപകരിക്കാൻ പോകുന്നില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി മൂന്നാമത്തെ ദുസ്വഭാവം, സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനത്തെ ദുസ്വഭാവമേ, ആ ദുസ്വഭാവത്തിലെ മൂന്നാമത്തെ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അൽ ബുഖ്ലു വശുഹു, ലുബ്ധത, പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ. 1 രൂപ ഒരു മനുഷ്യന് കൊടുക്കൂല. മാസം നല്ല വരുമാനമുണ്ട്, തോട്ടത്തിൽ നിന്ന് വരുമാനമുണ്ട്, വാടക കിട്ടുന്നുണ്ട്, എന്നാൽ ഒരു മനുഷ്യനും 1 രൂപ പോലും ദാനം കൊടുക്കാത്ത സ്വഭാവം. കിട്ടുന്നതിനനുസരിച്ച് ദാനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നത്. 1 മാസത്തിലെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അയൽവാസികൾ, അല്ലെങ്കിൽ യാചിച്ചു വരുന്ന ആളുകൾ, കുടുംബത്തിലെ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ പള്ളിയിലേക്ക്, അല്ലെങ്കിൽ മറ്റു ദീനീ സ്ഥാപനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അശരണരായ മറ്റുള്ളവർക്ക് നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം, ഒരു നിശ്ചിത ശതമാനം എല്ലാ മാസവും കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള നല്ല പണം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നു. മാത്രമല്ല, കിട്ടുന്നത് ഒരു 10,000 ഉറുപ്പിയാണെങ്കിലും ആ 10,000 കൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്തത് നാലാമത്തെ ദുസ്വഭാവം, സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷെ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ നാലാമത്തെ ദുസ്വഭാവം എന്ന് പറയുന്നത് കുഫ്റാനു അന്നിഅമ, അനുഗ്രഹങ്ങളോടുള്ള വേർതിരിവ്, മുഖം തിരിഞ്ഞു നിൽക്കുക. അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണല്ലോ നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരുമാനം. മാസം സാലറി ഇങ്ങനെ എണ്ണി വാങ്ങുമ്പോൾ എന്ത് രസമാണ്. എന്നാൽ ഈ സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. നമുക്ക് നടക്കാൻ കഴിയുന്നത് കൊണ്ട്, ഇരിക്കാൻ കഴിയുന്നത് കൊണ്ട്, കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ സമ്പത്ത് ഈ മാസം എനിക്ക് അള്ളാഹു നൽകിയത്. എൻ്റെ കമ്പനിയിൽ നിന്ന് സാലറി കിട്ടിയത് എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. മാത്രമല്ല, ഈ ജോലി കിട്ടിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ ആരോഗ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലൊരു ജോലി നേടി നമ്മൾ കിട്ടുന്ന ഓരോ രൂപയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് എന്താ വേണ്ടത്? പൈസ കിട്ടിയ കമ്പനിയുടെ ഓണറോട് അല്ലെങ്കിൽ MD മാത്രം നമുക്ക് ഒരു വല്ലാത്ത സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ ബോസിനോട് മാത്രം സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ മുകളിൽ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ രാജാതിരാജനായ അള്ളാഹുവിനോട് നമുക്കൊരു സ്നേഹം വേണം, ഒരു നന്ദി വേണം. അല്ലേ? ലഇൻ ശകർതും ലഅസീദന്നകും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ നന്ദിയുള്ള ആൾക്കാരാണെങ്കിൽ, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുകളാണെങ്കിൽ, ലഅസീദന്നകും ഒക്കെ ഞാൻ പിന്നെയും തരും. പ്രൊമോഷൻ കിട്ടും, അടുത്ത വർഷം സാലറി കൂടും, അല്ലെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ജോലി നമുക്ക് അടുത്ത മാസം കിട്ടും. എന്തു വേണം? ലഇൻ ശകർതും ലഅസീദന്നകും. മാസം 1 ലക്ഷം സാലറി ഉണ്ടെങ്കിൽ, നന്ദിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് പ്രൊമോഷനും അല്ലെങ്കിൽ നല്ല നല്ല ജോലികളൊക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 10,000 രൂപയാണ് മാസം സാലറി എങ്കിൽ, ലഇൻ ശകർതും ലഅസീദന്നകും, ആവലാതി പറയാതെ വേവലാതി പറയാതെ, പടച്ചോനെ എനിക്ക് നല്ല ജോലിയില്ല, നല്ല വരുമാനമില്ല, എന്നും പരാതിയാണ്, എന്നും പരിഭവങ്ങളാണ്. എന്നാൽ ആ 10,000 രൂപ കയ്യിൽ കിട്ടുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്നൊരാൾക്ക് പറയാൻ പറ്റിയാൽ, എല്ലാവർക്കൊന്നും പറ്റൂല. മാസം 10,000 ഉറുപ്പിക ഈ കാലഘട്ടത്തിൽ സാലറി കിട്ടിയ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ ലഅസീദന്നകും, നിങ്ങളുടെ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് നൽകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സമ്പത്തിലെ ബർക്കത്തുണ്ടാകും. അപ്പോഴാണ് ആ സമ്പത്ത് കൊണ്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാനും ഭാര്യയ്ക്ക് കൊടുക്കാനും സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സമ്പത്ത് കൊണ്ടാണ് നമുക്ക് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ സാലറി വാങ്ങുന്നത്.
സാലറി വാങ്ങിയത് കൊണ്ടായില്ല. ആ സാലറി കൊണ്ട് നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റണം. എന്നിട്ട് ആ മാസത്തിന്റെ അവസാനം ഒരു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപയെങ്കിലും എടുത്തേക്കാനും പറ്റുക. അപ്പുറത്തെ ഒരാൾ, അയാൾക്ക് 1 ലക്ഷം ശമ്പളം ഉണ്ട്, പക്ഷെ നന്ദിയൊന്നുമില്ല. ഒരു നന്ദി ഇല്ലാത്തൊരു മനുഷ്യനാണ്. പടച്ചവനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അയാളുടെ വീട്ടിൽ ചെന്നാലോ വലിയ പ്രശ്നമാണോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ 1 ലക്ഷം അയാൾക്ക് തികയുന്നേ ഇല്ല. വീട് പലപ്പോഴും കടക്കാരുടെ മുമ്പിൽ അയാൾ ഇങ്ങനെ അഭിമാനം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. മക്കളൊന്നും മിണ്ടുന്നില്ല. വീട്ടിലെപ്പോഴും രോഗമാണ്. എത്ര രൂപ നമുക്ക് വരുമാനം കിട്ടി എന്നതിലല്ല, ആ കിട്ടിയത് കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ വരുമാനത്തിന്റെ വിജയം, ജീവിത വിജയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ 5ാമത്തെ ലക്ഷണമാണ്, കയ്യിൽ സമ്പത്ത് എത്ര അധ്വാനിച്ചാലും അത് കയ്യിൽ നിൽക്കാത്ത 5ാമത്തെ സ്വഭാവമുള്ള ആള് അൽ കസ്ബുൽ ഹറാം വൽ ഗിശു. ഹറാമായ ജോലി, ഹറാമായ വഞ്ചനയിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യം. ബിസിനസ്സിൽ പാർട്ട്ണറെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ്, എല്ലാ മാസവും അയാളെ പറ്റിക്കും. അല്ലെങ്കിൽ കൊള്ളയടിച്ചുണ്ടാക്കിയ പണമാണ്, അല്ലെങ്കിൽ മദ്യം വിറ്റ് ഹറാമായ ജോലി ചെയ്ത് ഹറാമായ ഇടപാടുകളിലൂടെ നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് തൂക്കത്തിലും അളവുകളിലും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ട് ആളുകളെ പറ്റിച്ചിട്ട് കസ്റ്റമേഴ്സിനെ പറ്റിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ വിറ്റിട്ടുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ അയാൾക്ക് ഉപകരിക്കാൻ പോകുന്നില്ല, അയാളുടെ മക്കൾക്കും ഉപകരിക്കുന്നില്ല. കാരണം അതിൻ്റെ ഓണർ ഈ മനുഷ്യനല്ല, ഒരാളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ, ആ പറ്റിക്കപ്പെട്ടവനാണ് അത് യഥാർത്ഥ ആ പണത്തിന്റെ ഉടമ. മറ്റൊരാളുടെ മക്കൾ ഭക്ഷിക്കേണ്ട പണം, മറ്റൊരാളുടെ കുടുംബം അനുഭവിക്കേണ്ട പണം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ തങ്ങൾ പറയാണ്, മൻ ഗശ്ശ ഫലൈസ മിന്നീ, മൻ ഗശ്ശ ഫലൈസ മിന്നീ. ഒരാളെ പറ്റിച്ചുണ്ടാക്കുന്ന ആളാ, കൊള്ളക്കാരനാണ്, അല്ലെങ്കിൽ നല്ലൊരു മോശമായ ജോലി ചെയ്യുന്ന ആളാ, ഈ മനുഷ്യൻ എന്നിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്നിൽ പെട്ടവനല്ല എന്ന് തന്നെയാണ്. അവന്റെ പൈസയിൽ ഒരു ബർക്കത്തും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അവൻ എന്നിൽ പെട്ടവനല്ല. അവന് എത്ര വലിയ ജോലിയുള്ളവനാണെങ്കിലും എത്ര വരുമാനം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ജനങ്ങളെ പറ്റിച്ച് കളവ് പറഞ്ഞ് വഞ്ചന നടത്തിയിട്ട് ഉണ്ടാക്കുന്ന പൈസ അയാൾക്ക് ഉപകരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തുള്ള സമ്പാദ്യം നമുക്ക് നൽകട്ടെ. സന്തോഷത്തോടുകൂടെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോട് റാഹത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ നന്നായി ചിലവഴിക്കാനും നന്നായി ഉപയോഗപ്പെടുത്താനുമുള്ള സമ്പാദ്യം, ഹലാലായ സമ്പാദ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.